ഇസ്രായേലിൻ്റെ ബെൻഗൂരിയൻ എയർപോർട്ടിൽ മിസൈൽ പതിച്ചു. എയർപോർട്ട് താൽക്കാലികമായി അടച്ചതായി ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തു. മിസൈൽ വരുന്ന സമയത്ത് സൈറൺ മുഴങ്ങിയിട്ടില്ല എന്നൊരു പരാതിയുമായി ജനങ്ങളും ക്ഷുഭിതരായി രംഗത്ത് വന്നു. യാത്രക്കാർ പരസ്പരം ഇറങ്ങി ഓടുന്ന ഒരു ഭീകരമായിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ എണ്ണവില അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇറാൻ തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ കണ്ണിന് കണ്ണ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്തിയവർക്ക് കണ്ണിന് പകരം തല എന്ന രീതിയിലേക്കാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വരികയാണ്. അഥവാ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതും ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞു വെക്കുന്നു. ബെൻഗൂരിയൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ധന വിമാനം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ മിസൈൽ ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ ഇടിച്ച് തകർത്തു എന്നുള്ളതും, യാത്രക്കാർ ഇറങ്ങി ഓടി, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. ഒരുപാട് പേർക്ക് ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. എന്നാൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേറെ പ്രാദേശിക തലത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എണ്ണസംഖ്യ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വിട്ടുകൊണ്ട് ഇറാൻ ലോകത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 3-ലധികം ഇസ്രായേലിൻ്റെ വിമാനങ്ങൾക്ക് എണ്ണ അടിക്കുന്ന ടാങ്കുകൾ ഞങ്ങൾ അപ്പാടെ തകർത്തിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് 10-10-ലധികമോ വിമാനത്തിന് ഇത് സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് തകർത്തു എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് കൊണ്ട് തീപിടുത്തമുണ്ടായി, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് വളരെ സാഹസപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് ഇത് അണക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും അണക്കാൻ പറ്റാത്ത വിധം തീ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന തരത്തിലാണ് ആക്രമണം ഉണ്ടായത്. ബാലിസ്റ്റിക് മിസൈൽ 3 എണ്ണം ആണ് വിട്ടത് എന്നുള്ളത്, 3 എണ്ണം അപ്പാടെ തന്നെ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് മേഖലയിൽ വീണ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതുമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ UN-ന്റെ ഇടപെടൽ ആവശ്യമുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായ രീതിയിൽ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. UN ഇടപെടണമെന്നും ക്രൂരമായിരിക്കുന്ന ആക്രമണമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്നത്. മനുഷ്യത്വരഹിതമായിരിക്കുന്ന ആക്രമണം ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തെയും ആളുകൾ കൂടി നിൽക്കുന്ന മേഖലയെയും എയർപോർട്ട് സീപോർട്ട് പോലെയുള്ള മേഖലയിലുമൊക്കെ ഇറാൻ കണ്ണും പൊട്ടി ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായ രീതിയിൽ UN ഇടപെടുകയും ഇറാനെ നിയന്ത്രിക്കുകയും ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണം എന്ന് UN-ലുള്ള ഇസ്രായേലിൻ്റെ പ്രതിനിധി UN സഭയിൽ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇതിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തോളം യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അവർ പറയുന്നു, ഞങ്ങളുടെ എല്ലാവിധ ആയുധങ്ങളും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ ഏകദേശം 35% ആയുധങ്ങളും മിസൈലുകളും മാത്രമാണ് പരീക്ഷിക്കപ്പെട്ടത്. സജ്ജിൽ എന്ന് പറയുന്ന ഒരു മിസൈലിൻ്റെ പരീക്ഷണത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ കണ്ടത്. അത് ഏത് തരത്തിൽ പ്രതിരോധിച്ചാലും അയൺ ഡോം പോലെയോ അല്ലെങ്കിൽ ആരോഗ്യ പോലെയുള്ള ഏത് സംഭവം എടുത്ത് കണ്ടിട്ട് പ്രതിരോധിച്ചിട്ടും കാര്യമില്ല. അത് 100-ലധികം മിസൈലായിട്ട് ചെതറിപ്പോകുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ. ഒരു മിസൈലിൻ്റെ അകത്ത് ഇഷ്ടം പോലെ മിസൈലുകളെ തിരികെ കയറ്റിയിട്ടുള്ളൊരു സംവിധാനമാണ് സജ്ജിൽ എന്ന് പറയുന്ന മിസൈൽ. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മിസൈൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിക്കും. തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. പിന്നീട് അതിൽ 100-ലധികം മിസൈലുകളായിട്ട് പരിണമിച്ചുകൊണ്ട് അത് ലക്ഷ്യസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തും. ഒരു സജ്ജിൻ്റെ അകത്ത് 100ഓളം മിസൈലുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് കൊണ്ട് ആക്രമിക്കാനുള്ള ഒരു സംവിധാനം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടി സംവിധാനിച്ചാൽ പോലും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. അവനായിലുള്ള എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും തങ്ങൾ പുറത്തെടുക്കുകയാണ്. തങ്ങളുടെ യുദ്ധത്തിൻ്റെ 10-15% മാത്രമേ ആയിട്ടുള്ളൂ. ഇഷ്ടംപോലെ ശതമാനം ഇവിടെ ബാക്കി കിടക്കുകയാണ്. IDF-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, മൊസാദിൻ്റെ മേഖലകൾ, പിന്നീട് അവരുടെ ആയുധം ശേഖരിക്കപ്പെട്ട ഗോഡൗണുകൾ, അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട ഏരിയകൾ, പിന്നെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇതെല്ലാം ഇറാൻ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അല്ലെ ആശ്രയിച്ച് നിൽക്കുന്ന മേഖല പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത്
ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരം ഇവിടെ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സംഭവം നടന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലില്ല. ഏറ്റവും കൂടുതൽ സുശക്തമായിരിക്കുന്ന ലോകരാജ്യത്തിലെ രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് എല്ലാ കാലത്തും അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇസ്രായേലിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം വളരെ പ്രാധാന്യമുള്ളതായിട്ട് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പ്രിയപ്പെട്ട ഇസ്രായേലിലെ ജനങ്ങളെ, നിങ്ങളോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ശത്രുതയുമില്ല, നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ നിങ്ങളുടെ രാജ്യത്തിലെ സർക്കാർ ഞങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന അതിക്രമങ്ങൾ അതിനെ ചെറുത്തു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാണ്. നിങ്ങളെ ആക്രമിക്കണമെന്നോ നിങ്ങളെ കൊലപ്പെടുത്തണമെന്നോ ഞങ്ങൾക്കൊരു താല്പര്യം, ഒരു ആഗ്രഹവുമില്ല. നിങ്ങൾ മരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലാത്തത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ സർക്കാരിന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്ഷമയുടെ നെല്ലുംപടി അവസാനം വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രതികരിച്ചത്. ഞങ്ങളുടെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഷിയാ വിഭാഗത്തിൻ്റെ ആത്മീയ ഗുരുവും നേതാവുമായിരിക്കുന്ന ഞങ്ങളുടെ ആയത്തുള്ള അലി ഖംനായിയെ നിങ്ങൾ ഇസ്രായേൽ സർക്കാർ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാവരെയും കൊലപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കുന്ന ക്രൂര പ്രവർത്തനമാണ് അവർ ചെയ്തത്. അവർക്കാണെങ്കിൽ ഇതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്കാണെങ്കിൽ ഇതുകൊണ്ട് വലിയ തരത്തിൽ നഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടിയാണ് ഞങ്ങൾ നൽകിയത്. നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണം, ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. നിങ്ങളുടെ സർക്കാർ നിലം പൊത്തുന്നവരെയോ അല്ലെങ്കിൽ അതിന് ഒരു മാനസികപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നതുവരെയോ നിലനിൽക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ആരംഭമാണ് ഇറാൻ കുറിക്കപ്പെട്ടത് എന്നുള്ളതാണ് മസൂദ് പെഷഷ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇസ്രായേലിൻ്റെ തെരുവുകളിൽ യുദ്ധം നിർത്താൻ വേണ്ടി സ്റ്റോപ്പ് ദി വാർ ഇറാനോട് പറയുന്ന വലിയ ദയനീയമായിരിക്കുന്ന കാഴ്ചകളും സംഭവങ്ങളും വലിയ രീതിയിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ ആക്രമിക്കരുത്, ഞങ്ങൾ ആക്രമിക്കാൻ നിർത്തൂ, യുദ്ധം അവസാനിപ്പിക്കുന്നു. ഇറാനോടാണ് പറയുന്നത്, സ്റ്റോപ്പ് ദി ഇറാൻ എന്ന് പറഞ്ഞായിട്ടാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സർക്കാർ നിരീക്ഷിക്കുമല്ലോ. അതിനോടനുബന്ധിച്ചാണ് മസൂദ് പെഷഷ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇങ്ങനെ ഇസ്രായേലിയർ വിളിച്ചു പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ബങ്കറുകൾ പോലും തകർക്കപ്പെടുന്നു, നിഷ്പ്രഭമായി പോകുന്നു ബങ്കറുകൾ. ബിൽഡിങ്ങിന് നേരെ മിസൈൽ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിച്ചുകൊണ്ട് പകരം ഭൂമി തുരന്നുകൊണ്ടുള്ള ആക്രമണം, അതായത് ബങ്കർ സ്ഫോടന ദുരന്തം പോലെയുള്ള വിഷയത്തിലേക്കാണ് അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ അവർ താല്പര്യം കാണിക്കുന്നത്. അങ്ങനെ ആ സമയത്തുള്ള ഈ ഇറാൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ബങ്കറുകൾ തുളച്ചുകൊണ്ട്, അതായത് ഭൂമി തുറച്ചുകൊണ്ട് ബങ്കറിലേക്ക് പോയിട്ട് ഒരു മിസൈൽ പൊട്ടിത്തെറിച്ചാൽ അതിൽ ഉള്ളിൽ ഉള്ള ആളുകൾ കൊല്ലപ്പെടുമെന്ന് മാത്രമല്ല, ആ ബിൽഡിങ്ങൾ അപ്പാടെ നിലം പൊത്തുകയും ചെയ്യും. ബിൽഡിങ്ങിൻ്റെ മധ്യത്തിലേക്കാണ് മിസൈൽ പായിക്കുന്നതെങ്കിൽ ബിൽഡിംഗ് ഇങ്ങനെ പൊളിഞ്ഞു തൂങ്ങിപ്പോവുകയാണ് ചെയ്യുക. ബങ്കറുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയോ ചെയ്യും. അപ്പോൾ ബങ്കറുകളാണ് ഞങ്ങളുടെ അഭിമാന വിഷയം. ഞങ്ങൾ ഒരാളെയും കൊല്ലാൻ വേണ്ടി സാധിക്കുകയില്ല, ഞങ്ങളത് ശക്തരാണ് എന്ന് ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ അശക്തരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ഇറാൻ ചെയ്യുന്നത് എന്ന് ചുരുക്കം. എല്ലാവിധ സംവിധാനങ്ങളും നോക്കുകുത്തികളാണ്. അവർ കാഴ്ചക്കാരെ പോലെ നോക്കിക്കുന്നു. അയൻഡോം പോലെയുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ്റെ മിസൈൽ വരുന്ന സമയത്ത് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ദയനീയ സ്ഥിതിയാണ് നിലവിലിപ്പോൾ ഇസ്രായേൽ ഉടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു മിസൈൽ പോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിൻ്റെ മുഖത്ത് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ടെക്നോളജി എല്ലാം വലിയ രീതിയിൽ നഷ്ടത്തിലും അതല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഗുണവും ഇല്ലാതായ സമയത്ത് വലിയ പ്രയാസം ഇസ്രായേൽ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ IDF സംഘം സൈനികരൊക്കെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രയേറെ കടുത്തൊരു മാനസിക സ്ഥിതിയിലേക്കും അവസ്ഥയിലേക്കും IDF സൈനികർ മാറുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് യുദ്ധത്തിലും വിജയമുണ്ടാകും എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേലിയർ. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത യുദ്ധമൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിലും വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് IDF സംഘം മാറിയിരിക്കുന്നു എന്ന്
ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ടെക്നോളജി മഹാ അത്ഭുതമാണ്. അത് ശ്രദ്ധിക്കപ്പെടുകയും ഇറാൻ്റെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ലോക രാഷ്ട്രങ്ങൾ താല്പര്യം കാണിക്കുന്ന സ്ഥിതിയുണ്ട്. കാര്യം അമേരിക്കയെയും ഇസ്രായേലിനെയും വകവരുത്താനും പ്രതിരോധിക്കാനും തകർക്കാനും മാത്രം ശക്തമുള്ള ടെക്നോളജി സംവിധാനം എങ്ങനെയൊക്കെയാണ് ഇറാൻ ഉണ്ടാക്കിയത് എന്ന് ലോകം അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവർ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളും മിസൈലുകളും വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഇതിനാൽ ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ്. കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം ഇതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഹോർമുസ് കടൽ തങ്ങളുടെ സംരക്ഷണ ഭിത്തിക്കകത്താണ്, അതുകൊണ്ട് ആരും പനിക്കേണ്ട, അങ്ങനെ ഒരു വിഷയം, അതായത് അത് കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടോ അന്താരാഷ്ട്ര പാതയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയില്ല എന്ന ചോദ്യത്തിന് മറുപടി അത് അമേരിക്ക പറഞ്ഞതാണ്. അന്താരാഷ്ട്ര പാതയാക്കി മാറ്റണം, അതിലെ നിയന്ത്രണങ്ങൾ പോക്കണം എന്നൊക്കെ പറഞ്ഞതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് കണ്ട് ആരും പനിക്കേണ്ട, അത് ഞങ്ങളുടെ ഭാഗം തന്നെയാണ്, ഞങ്ങളാണ് നിയന്ത്രിക്കുക. അതിലൂടെ കടന്നു പോകാൻ വേണ്ടി ഞങ്ങൾ പണം ആവശ്യപ്പെടും, കാരണം ഞങ്ങൾ യുദ്ധത്തിലാണ്, വലിയ നഷ്ടത്തിലാണ്, ഭീമമായിരിക്കുന്ന സംഖ്യ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് പകരമായ രീതിയിൽ ഇതിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളൊക്കെ അവരുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഈ പെട്രോളിയം വിൽക്കാനാണ് കൊണ്ടുപോകുന്നത്, ലാഭത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഞങ്ങൾ പണം ചോദിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് കൂടി ഇറാൻ ഈ വിഷയത്തിൽ പറഞ്ഞു. അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എളിഭ്യരായിരിക്കുകയാണ്. അവരുടെ നയങ്ങളോ നിലപാടുകളോ സമീപനങ്ങളോ പ്രവർത്തനങ്ങളോ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളോ ഒരു കാലത്തും ഒരാളും അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇറാൻ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് പോലും ഈ ട്രംപിൻ്റെ വാക്കിനോട് വലിയ രീതിയിലുള്ള മതിപ്പില്ല എന്നുള്ളതാണ്. കാര്യം പാലിക്കപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്രായേൽ ഏതായാലും പാലിക്കില്ല, ഇറാൻ ഒരിക്കലും പാലിക്കുകയില്ല. പിന്നെ ഇത് എന്തിനാണ് ഈ അഭിപ്രായം പറയുന്നത്? 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, അത് 2 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇസ്രായേൽ ആക്രമിച്ചു. അതിൻ്റെ പരിണത ഫലം ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്യുന്ന പോലെ മിസൈലുകളുടെ വർഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്മാർ മുഴുവൻ നടുറോഡിലൂടെ ഇറങ്ങി ഓടുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ച ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥകൾ. അപ്പോൾ പറയുന്നത് ബങ്കറുകൾ രക്ഷയില്ല, എയർപോർട്ടുകൾ രക്ഷയില്ല, സീപോർട്ടുകൾ രക്ഷയില്ല, ഈ ബസ് സ്റ്റാൻഡ് പോലെയുള്ള പൊതുമേഖലകൾ രക്ഷയില്ല, സ്വന്തം വീട്ടിൽ രക്ഷയുണ്ടോ? അതുമില്ല. കാര്യം വെച്ചാൽ ബങ്കറിലാണ് താമസിക്കേണ്ടത്, ബങ്കറിൽ രക്ഷയില്ല, ബങ്കർ തുളച്ചുകൊണ്ടാണ് സ്ഫോടനം നടക്കുന്നത്. സർവ്വ മേഖലയിലും രക്ഷയില്ലാത്ത വിധം ഇപ്പോൾ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നു. സ്കൂളടക്കമുള്ള ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ പ്രവർത്തനമില്ല, ടൂറിസം വരുന്നില്ല, പോകുന്നില്ല, വരുമാനമില്ല, ഇങ്ങോട്ടില്ല അങ്ങോട്ടുമില്ല. ഇപ്പോൾ ഈ മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. നരകതുല്യമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോയിരിക്കുന്നു. അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തെറ്റായിരിക്കുന്ന നിലപാടാണ്. അവർ അനാവശ്യമായിട്ട് ഇറാനെ ആക്രമിച്ചതിൻ്റെ പരിണത ഫലം യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളാണ്. ഇസ്രായേൽ ജനങ്ങൾ ഇതിൽ നിരപരാധികളാണ്, ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറാനോട് അപേക്ഷിക്കുന്ന ഒരുപാട് പ്ലേ കാർഡ് ഏന്തിയിരിക്കുന്ന ജൂത വിഭാഗത്തെയും ഇപ്പോൾ തെല്ലവീവിൻ്റെ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്.